അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഞാനൊരു നല്ല പ്രസൻറ്റർ അല്ല, അതുകൊണ്ട് നിങ്ങളൊന്ന് സഹകരിക്കണം. എന്നാൽ മാത്രമേ വൃത്തിക്കത് അവതരിപ്പിച്ച് പോകാൻ പറ്റും. ഇതൊരു എല്ലാവരും പറയുന്ന പോലെ ഇതൊരു വർക്കിംഗ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന, എഴുതി ഫിനിഷ് ചെയ്യാത്ത ഒരു പേപ്പറാണ്. എഴുതിക്കൊണ്ടിരിക്കുന്ന തീസിസിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് പാച്ചപ്പ് ചെയ്തൊരു സാധനമാണ്. സോ ഇറ്റ് ലാക്സ് സം കൈൻഡ് ഓഫ് എ കോംപ്രിഹെൻഷൻ. Actually, this premise stemmed out of my personal methodological discomfort with the way how Muslim politics and its dynamics is understood, academically researched in all of this Indian literature on very idea of Muslim politics. Secondly, from a quite personal conversation with a mystique-like figure, ഞാനിപ്പം ഒരു സൂഫിയായ പോലെയുള്ളൊരു മനുഷ്യനോട് ഞാൻ സംസാരിച്ചപ്പോൾ അവരോട് ചോദിച്ചു, മൻസൂർ ഇസ്ലാമിൻ്റെ ഷാഫി സൂഫി സെൻറ്ററിൽ ഒരു ഭയങ്കര ജങ്ക്ചറായിട്ടും ഭയങ്കര ഒരു ഹിസ്റ്റോറിക്കൽ ലൊക്കേഷനായിട്ടും മലബാറിലോ കേരളത്തിലോ സൂഫികൾ എവിടെ എന്ന് വളരെ കാഷ്വലായിട്ട് ചോദിച്ചപ്പോൾ അയാൾ എന്നോട് മറുപടി പറഞ്ഞു, സൂഫികളുണ്ട്, പക്ഷേ ദേ ആർ ഗ്രേറ്റ്ലി ചാലഞ്ച്ഡ് ബൈ ദി അലഗോറിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ ട്രയംഫ് ഓഫ് ഉലമാസ് എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് അയാളുടെ സംഭാഷണത്തിൻ്റെ ആകെത്തുകയായിട്ട് എനിക്ക് മനസ്സിലായി. ഞാൻ ഈ രണ്ട് കാര്യങ്ങളാണ്, ഇത് രണ്ടും ഞാൻ ഈ റിസർച്ചിൻ്റെ ഭാഗമായി കാര്യമായി പെർസ്യൂ ചെയ്തിട്ടില്ല. ബട്ട് ഇറ്റ് സെർവ്ഡ് എ പ്രിമൈസ് ആസ് എ മോട്ടിവേഷൻ ടു കം ടു ദിസ് പേപ്പർ. ഓൺ മെത്തഡോളജിക്കൽ ഡിസ്കംഫർട്ട് or the fallacies that everybody talks, every critical reader on political science as a discipline talk. Church state, religion politics, hyphenated religion politics as an approach to understand Muslim politics. പിന്നെയുള്ളത് secularization methods, secularization theories. മതങ്ങൾ സമുദായത്തിലും സമൂഹത്തിലും താരതമ്യേന സ്വാധീനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫിനോമിനനാണ് എന്ന് പരമ്പരാഗതമായിട്ട് 20-21 നൂറ്റാണ്ടുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയും അതിനൊരുപാട് ക്രിട്ടിക്കൽ തിയറി മെയിൻ സ്ട്രീം ഡിസിപ്ലിൻ്റെ അകത്ത് തന്നെ ഡെവലപ്പ് ചെയ്തിരുന്ന ഒരു സെക്യുലറൈസേഷൻ തിയറീസ്. പിന്നെ മൂന്നാമതായിട്ട് മെത്തഡോളജിക്കലി മുസ്ലിം പൊളിറ്റിക്സിനെ അനലൈസ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് പറയുന്നത് നോട്ട് ഗെറ്റിംഗ് ഇസ്ലാം. ഇസ്ലാമിനെയും ഇസ്ലാമിൻ്റെ നുവാൻസിനെയും കൃത്യമായി മനസ്സിലാകാതിരിക്കുക എന്നുള്ളതാണ്. ഒരുപാട് ലിറ്ററേച്ചർ ഉള്ളതൊക്കെയും കൺസെപ്ച്വലി ഡിഡക്റ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ തീം മോണോപ്പൊളി ഉണ്ടാവും. ഉദാഹരണത്തിന് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇസ്ലാം ആൻഡ് സിവിൽ സൊസൈറ്റി, ഇസ്ലാം ആൻഡ് ഡെമോക്രസി, ഇസ്ലാം ആൻഡ് ഫണ്ടമെൻ്റലിസം, ഇസ്ലാം ആൻഡ് ഗ്ലോബൽ ടെറർ, ഇങ്ങനെ ഒരു തീം മോണോപ്പൊലികൾ സ്വാധീനിക്കുന്ന പഠനങ്ങളും വളരെ ജനറിക് ആയിട്ടുള്ള, വളരെ ക്രോസ് കൾച്ചറൽ ആയിട്ടുള്ള, വളരെ കമ്പാരിറ്റീവ് അസസ്മെൻ്റ് ആയിട്ടുള്ള പഠനങ്ങളാണ് പൊതുവെ നടക്കാറുള്ളത്. സോ ദിസ് കംസ് ആസ് എ മെത്തഡോളജിക്കൽ ഫാലസി ടു ഡിഫൈൻ ആൻഡ് അണ്ടർസ്റ്റാൻഡ് മുസ്ലിം പൊളിറ്റിക്സ്. ഇതിന് മെയിൻ സ്ട്രീം ഡിസിപ്ലിൻ്റെ പൊളിറ്റിക്കൽ സയൻസിൻ്റെ അകത്ത് തന്നെ ഒരുപാട് ക്രിട്ടിക്കൽ റീഡിങ് നടന്നിട്ടുണ്ട്. സ്റ്റേറ്റ് സൊസൈറ്റി റിലേഷൻഷിപ്പ് വളരെ മോശമായിട്ട് അല്ലെങ്കിൽ വളരെ സെക്യുലർ ബയാസോടുകൂടി അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നിടത്താണ് പ്രശ്നം. അല്ലെങ്കിൽ റിലീജിയൻ പബ്ലിക് സ്പിയറിൻ്റെ ബൈനറി തീർക്കുന്ന, സാക്രഡ് കമ്മ്യൂണൽ ബൈനറി തീർക്കുന്നിടത്താണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റീഡിങ്ങൾ മെയിൻ സ്ട്രീം പൊളിറ്റിക്കൽ സയൻസിൻ്റെ അടുത്ത് തന്നെ വന്നിട്ടുണ്ട്. പക്ഷെ അതിനെ കുറച്ചുകൂടെ കോംപ്രിഹെൻസീവായിട്ട് ഒരു സബ് ഡിസിപ്ലിനായിട്ട് വരുന്ന റീഡിങ്ങുകളുള്ളത് റിലീജിയൻ, പൊളിറ്റിക്കൽ സയൻസ് ഓഫ് റിലീജിയൻ ഓർ പൊളിറ്റോളജി ഓഫ് റിലീജിയൻ എന്ന് പറയുന്ന ഈ പൊളിറ്റിക്കൽ സയൻസിലെ ഏറ്റവും ന്യൂവസ്റ്റ് ആയിട്ടുള്ള, യങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു സബ് ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഒരു അപ്രോച്ചാണ്. അവർ പറയുന്നത് ആക്ടേഴ്സ്, എൻറ്റിറ്റീസൊക്കെ സോഷ്യൽ എൻറ്റിറ്റീസ്, ആക്ടേഴ്സൊക്കെയും സോഷ്യൽ എൻറ്റിറ്റീസാണ്. വെനെവർ ദേ ഗെറ്റ് ഇൻ ടു ദ പൊളിറ്റിക്കൽ സിസ്റ്റം, എൻഗേജ് ഇൻ ടു ദ പവർ റിലേഷൻ, ദേ വിൽ ബിക്കം പൊളിറ്റിക്കൽ ആക്ടേഴ്സ്. ദർ ഈസ് നോ ബാർ ഓഫ് റിലീജിയസ്, സെക്യുലർ, കമ്മ്യൂണൽ, സാക്രഡ് ഡിഫറൻസിയേഷൻ. അഥവാ ജിഫ്രി തങ്ങൾ ഒരു മതകീയ ആക്ടറും കുഞ്ഞാലിക്കുട്ടി ഒരു സെക്യുലർ ആക്ടറും ആണ് എന്ന് പറയുന്നതിനെ നിഷേധിക്കുന്ന ഒരു ഡെഫിനിഷണൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് പൊളിറ്റിക്കൽ സയൻസ് ഓഫ് റിലീജിയൻ കൊടുക്കുന്നത്. ഇന്ത്യൻ മുസ്ലിം പൊളിറ്റിക്സിനെ ഡിഫൈൻ ചെയ്യുന്നതിൽ ഒരുപാട് തരം ലാർജ്ലി ഹിസ്റ്റോറിക്കലാണ്.
മെമ്മറി, ഇവൻ്റ്, കൊളോണിയലിസം, പാർട്ടീഷൻ, പാസ്റ്റ് അപ് ടു ദ ബാബറി, പോസ്റ്റ് ബാബറി മെമ്മറീസ് ആൻഡ് ഇവൻറ്റ്സ് വെച്ചിട്ടാണ് അലിഗർ മൂവ്മെൻറ്റ്, ഷാബാനു മൂവ്മെൻറ്റ്, ശരിയത്ത് മൂവ്മെൻറ്റ്, ഇങ്ങനെയാണ് മുസ്ലിം പൊളിറ്റിക്സിനെ അനലൈസ് ചെയ്തിട്ടുള്ളത്. പിന്നുള്ളത് സെക്യുലറിസം, നാഷണലിസം പോലെയുള്ള തീം ബേസ്ഡ് അനാലിസിസുകളാണ്. മിക്കതും ഇത്തരം അനാലിസിസുകൾ ട്രാൻസ് റീജിയണലാണ്. ഒന്നുകിൽ മൊത്തം സൗത്ത് ഏഷ്യ, അല്ലെങ്കിൽ മൊത്തം ഇന്ത്യ, അല്ലെങ്കിൽ മൊത്തം നോർത്ത് ഇന്ത്യ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ജോഗ്രഫിക്കൽ സ്പേസ് ബേസ്ഡ് ആയി നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ പഠനങ്ങളൊക്കെ അങ്ങനെയാണ് മിക്കവാറും നടന്നിട്ടുള്ളത്. പക്ഷേ മൈ പ്രപ്പോസൽ for a methodological sense or a definitional understanding of the term, it should be substantially regional, and it better be an actor-based analysis where dynamics of sacred authority and interactive engagement of actors are thoroughly pursued, and Muslim politics as a sphere or separate sphere or quintessential sphere or link or associative sphere of the larger political sphere, മുസ്ലിം പൊളിറ്റിക്സും ലാർജർ പൊളിറ്റിക്കൽ സ്പിയറും തമ്മിലുള്ള ബന്ധവും കൂടി പരിശോധിക്കുന്ന ഒരു ആക്ടർ ബേസ്ഡ് ആയിട്ടുള്ള സബ്സ്റ്റാൻഷ്യലി റീജിയണൽ ആയിട്ടുള്ള ഒരു മെത്തഡോളജി പെർസ്യൂ ചെയ്യലാണ് നല്ലത് എന്ന് പറയുന്ന പ്രപ്പോസൽ പറയാൻ വേണ്ടിയിട്ടാണ് കേരളത്തിലെ ഉലമാക്കളുടെ കേസ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതിൽ ആക്ടർ ഡിസഗ്നേഷൻ, ഇനി നമ്മൾ കേരളത്തിലേക്ക് വരാം. ആക്ടർ ഡിസഗ്നേഷൻ ഒരാളെ ഒരു ആക്ടറായിട്ട് എടുക്കുക. ഇപ്പോൾ ജിഫ്രി തങ്ങൾ സമസ്തയുടെ നേതാവാണ്, അയാളൊരു ആക്ടറാണ്. അതിൽ കുറച്ചുകൂടെ പഴയ ജിഫ്രി തങ്ങളിലേക്ക് പോവാം. അയാളൊരു ആക്ടറാണ്, മുസ്ലിം പൊളിറ്റിക്സിൽ വളരെ പ്രൊമിനൻ്റ് ആയിട്ടുള്ളൊരു ആക്ടറാണ്. പക്ഷേ അയാൾ ഒരേ സമയം എന്താണ്, ഏത് ജിഫ്രി തങ്ങളാണ് പറയുന്നത്? പഴയ കൊണ്ടോട്ടി പൊന്നാനി തർക്കത്തിൻ്റെ സമയത്തൊക്കെ ഉള്ള ജിഫ്രി തങ്ങളാണ് പറയുന്നത് കേട്ടോ, ഇപ്പോഴുള്ള ജിഫ്രി തങ്ങളല്ല. അയാൾ ഒരേ സമയം ബൈ ബർത്ത് അയാൾ തങ്ങളാണ്, അതേസമയം അയാൾ ബാലവി തരീക്കത്തുമായി ബന്ധപ്പെട്ടിട്ട് സൂഫി തുറുക്കിൽ ഉള്ള ആളാണ്. അതേസമയം അയാൾ വളരെ വലിയ കമാൻഡ് ഓഫ് ഉമറ അതോറിറ്റി ജനങ്ങൾക്കിടയിൽ സ്ഥാപിച്ചു. അയാളൊരു ക്വാളിഫൈഡ് ആലിമാണ്. ഇതുകൊണ്ട് തന്നെ ഒരാൾ എല്ലാതരം ആക്ടറുമായി വരുന്ന ഒരു മൾട്ടിപ്പിൾ ഡിസിഗ്നേഷൻ വരുന്നുണ്ട്. അപ്പോൾ അതൊരു ആക്ടർ ഡിസിഗ്നേഷൻ്റെ ഒരു പ്രശ്നമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ആക്ടർ ഡിസിഗ്നേഷൻ്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാൻ വേറൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഉവൈസി ഒരു പൊളിറ്റീഷ്യനാണല്ലോ. ഉവൈസിയുടെ വളരെ സോഷ്യൽ റിഫോം ഓറിയൻറ്റേഷനായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന കുറേ പ്രസംഗങ്ങളുണ്ട്. ആ പ്രസംഗങ്ങളെ ഒരു സെക്യുലർ സ്പേസിലുള്ള മുസ്ലിം പൊളിറ്റീഷ്യൻ്റെ, ഇപ്പോൾ ഉദാഹരണത്തിന് മുത്തലാഖുമായി ബന്ധപ്പെട്ടിട്ട് കാളിമാർക്കെതിരെ അയാൾ നടത്തിയ പ്രസംഗം, കാളിയായിട്ട് വർക്ക് ചെയ്യുന്ന സെമിനാരിൽ നിന്ന് പുറത്തിറക്കി വർക്ക് ചെയ്യുന്ന പ്രൊഫഷണലൈസേഷൻ ഓഫ് വേർഷൻ ഓഫ് ഉലമാസ്, ഉലമായിട്ട് അവരോട് നിങ്ങൾ മുത്തലാഖ്, ഒറ്റ തലാഖ്, ഇൻസ്റ്റൻറ്റേനിയസ് ട്രിപ്പിൾ തലാഖിനെ നിങ്ങൾ സഹായിക്കരുത്, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കാല് ലൈസൻസ് നിങ്ങൾ കട്ട് ചെയ്യാൻ ശ്രമിക്കും, നിങ്ങളെ പെർമിഷൻ നിങ്ങൾ ഇതാക്കും, ഹൈദരാബാദിലൂടെ നടക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയുന്ന ഒരു പ്രസംഗം അയാൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഇത് ബേസിക്കലി നോക്കുമ്പോൾ ഒരു മുസ്ലിം പൊളിറ്റീഷ്യൻ്റെ ഒരു സോഷ്യൽ റിഫോം ഓറിയൻറ്റേഷനായിട്ട് മനസ്സിലാക്കാം. പക്ഷേ ഹൈദരാബാദ് എന്ന് പറയുന്ന സ്ഥലത്ത് അയാളുടെ ഒരു നിയർ ഉമറ സ്റ്റാച്വർ, അയാളുടെ പിന്നെ മുസ്ലിം സമുദായത്തിലെ പണ്ഡിതന്മാരെ ഒരുമിപ്പിക്കുന്ന, പെരുന്നാളിനും മൗലൂദിനും ജൽസകൾ നടത്തുന്ന, മുസ്ലിം പൊളിറ്റിക്സിൻ്റെ സമുദായത്തിൻ്റെ എല്ലാ ശൃംഖലയിലും കൃത്യമായ ഇടപെടലുകൾ നടത്തുന്ന, സൂഫി തരീക്കളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന നിയർ ഉമറ ആയിട്ടുള്ള ഒരാൾ, അയാളെ അവിടെ പോയപ്പോൾ എന്നോട് പറയാം, നിങ്ങളെ തങ്ങളെപ്പോലെ അത്ര സ്പിരിച്വൽ ഫേസ് ആയില്ലെങ്കിലും ഒരു നിയർ ഉമറ സ്റ്റാറ്റസ് മജ്ലിസിനും ഉവൈസിക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് സമുദായത്തിൻ്റെ അകത്ത് നടക്കുന്ന എൻഗേജ്മെൻ്റ് ആയിട്ടാണ്, അല്ലാതെ ഒരു സോഷ്യൽ റിഫോം ഓറിയൻറ്റേഷൻ ആയിട്ടല്ല കാണേണ്ടത് എന്നുള്ളൊരു മറുപടി ആൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആക്ടറിനെയും റോളിനെയും ഡിസഗ്നേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൽ മെത്തഡോളജിക്കലി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡ് പറയുമ്പോൾ ആക്ടർ ഡിസഗ്നേഷൻ ഒരു പ്രോബ്ലമാണ്. പിന്നെ രണ്ടാമതുള്ളത് സാക്രഡ് അതോറിറ്റി ഇൻ്റെ ഡൈനാമിക്സിനെ കുറിച്ച് പെർസ്യൂ ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. അതിൽ ഉദാഹരണത്തിന് ലീഗുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സാധനത്തിലും ഒരു ഫ്ലിക്ക് പോലെ പറയുന്ന സാധനമാണ് പിന്നെ തങ്ങൾ, പാണക്കാട് തങ്ങൾ ആസ് എ സാക്രഡ് ക്യാപിറ്റൽ, പാണക്കാട് തങ്ങൾ ആസ് എ സാക്രഡ് ഫിഗർ. ഇതൊരു വെയ്ഗ് ജനറലൈസിങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം പാണക്കാട് തങ്ങൾ എങ്ങനെയാണ്, അയാളൊരു അഹ്ലുബൈത്താണ്, അയാളൊരു ഉമറയാണ്. അപ്പോൾ സാക്രഡ് അതോറിറ്റി എന്ന് പറയുന്നതിൻ്റെ അകത്തുള്ള നുവാൻസസിനെ മിസ് ചെയ്യുന്നുണ്ട് ഒരു ജനറലൈസ്ഡ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ. ഇപ്പോൾ ഉദാഹരണത്തിന്
സാക്രഡ് അതോറിറ്റി എൻജോയ് ചെയ്യുന്ന ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. അതേസമയം ഞാൻ ഒരു മുസ്ലിമായിട്ട് ആ ആക്ടേഴ്സിൻ്റെ കൂടെ ആക്ടേഴ്സിൻ്റെ പരിസരത്തേക്ക് ഞാൻ പോകുന്നത് ഒരു പള്ളിയിലും ഒരു മക്കാമിലും ഒരു ജാറത്തിലും പോകുന്ന ഞാൻ അവിടുന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന അവരെ ഞാൻ സമീപിക്കുന്നത് ഒരു രീതിയിലാണെങ്കിൽ ഒരു ആലിമിനെയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരനെ ഞാൻ സമീപിക്കുന്ന ഒരു സാക്രഡ് അതോറിറ്റി എൻജോയ് ചെയ്യുന്ന രാഷ്ട്രീയക്കാരനെ ഞാൻ സമീപിക്കുന്നത് വേറൊരു ആവശ്യത്തിനായിരിക്കും. ഈ അതോറിറ്റി പലപ്പോഴും നോൺ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ട് തന്നെ എക്സിസ്റ്റ് ചെയ്യുന്ന സാധനമാണ്. സോ സാക്രഡ് അതോറിറ്റീൻ്റെ ഡൈനാമിക്സ് തന്നെ നുവാൻസസ് മിസ് ചെയ്യാതെ പെർസ്യൂ ചെയ്യലും മുസ്ലിം പൊളിറ്റിക്സിനെ അനലൈസ് ചെയ്യുന്നതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. സോ മൈ പ്രപ്പോസ് മെത്തഡോളജിക്കൽ ആൻഡ് ഡെഫിനിഷണൽ പ്രപ്പോസൽ ഈസ് സബ്സ്റ്റാൻഷ്യലി റീജിയണൽ. കേരളം, മലബാർ, അല്ലെങ്കിൽ കുറച്ചുകൂടെ ലോക്കൽ ഡൈനാമിക്സ് നോക്കുകയാണെങ്കിൽ കോഴിക്കോട് ടൗണ് അല്ലെങ്കിൽ ഹൈദരാബാദ് ടൗൺ, ഇങ്ങനെ സബ്സ്റ്റാൻഷ്യലി റീജിയണൽ ആയിട്ടുള്ള ആക്ടർ ബേസ്ഡ് ആയിട്ടുള്ള സാക്രഡ് അതോറിറ്റിയുടെയും ആക്ടേഴ്സിൻ്റെ ഇൻറ്ററാക്റ്റീവ് എൻഗേജ്മെൻറ്റിനെ പരിശോധിക്കുന്ന ഒരു സ്പേസായിട്ട് മുസ്ലിം പൊളിറ്റിക്സിനെ അനലൈസ് ചെയ്യലാണ് നേരത്തെ പറഞ്ഞ പൊളിറ്റിക്കൽ സയൻസിൻ്റെ കൺവെൻഷണൽ അണ്ടർസ്റ്റാൻഡിങ്ങിലുള്ള റിലീജിയൻ, പൊളിറ്റിക്സ്, ചർച്ച്, സ്റ്റേറ്റ് അതിനൊക്കെ ഡിഫൈൻ ചെയ്ത് പൊളിറ്റിക്കൽ സയൻസ് ഓഫ് റിലീജിയൻ്റെ പുതിയ അണ്ടർസ്റ്റാൻഡിങ് ഉപയോഗിക്കുകയും ഇത്തരത്തിൽ പഠിക്കലുമാണ്. കാരണം ഇതിന് ഒരുപാട് പഠനങ്ങൾ മാപ്പിള സ്റ്റഡീസും മാപ്പിള ഇവിടുന്ന് പോകുന്ന യൂണിവേഴ്സിറ്റി പോകുന്ന ആൾക്കാരൊക്കെ ചെയ്യുന്നുണ്ട്. അതായിരിക്കും കുറച്ചുകൂടെ മെത്തഡോളജിക്കലി കറക്റ്റ്. ഇതിൽ ഉദാഹരണം പറയുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലായി ഡിഫെൻഡ് ചെയ്യാൻ വന്നിട്ടുള്ളത് അവിടുത്തെ മൗലവിമാരാണ്. അപ്പം ശരീഅത്തിൻ്റെയും തസവുഫിൻ്റെയും എല്ലാ ഡിസിപ്ലിൻസും ലിറ്ററേച്ചറും അതിൻ്റെ പൊന്നാനി പണ്ഡിതനായിട്ടുള്ള തട്ടാങ്കര കുട്ടിയ മുസ്ലിം ഒരു ഫത്വ കൊടുത്തു. ഈ ഇൻട്രാക്ഷൻ കേരളത്തിലെ വളരെ പവർഫുള്ളായിട്ടുള്ള കബീലയാണ്. മിഷണറി ആക്ടിവിസത്തിലൊക്കെ വളരെ പവർഫുള്ളായ കബീല. അവർ തങ്ങളല്ല, അഥവാ തങ്ങളീയത്താണ് അവരുടെ ലെജിറ്റിമസി എന്നെ നിർണ്ണയിക്കുന്നത്. അവർ തങ്ങളല്ല എന്ന് പറഞ്ഞ പോലെ പവറും അതോറിറ്റിയും നെഗേറ്റ് ചെയ്യുന്നൊരു എൻഗേജ്മെൻ്റ് അല്ലേ. അപ്പോൾ ഒരു ഉലമ തങ്ങളുടെ പവറിനെ നെഗേറ്റ് ചെയ്യുന്നത് അതൊരു ഇൻട്രാക്ഷനാണ്. അതേപോലെ മഹ്ദൂം മൗനത്തിലെ ഫണ്ട് പൊതുവായിട്ടുള്ള ഒരു സ്കൂൾ ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ചർച്ച വന്നപ്പോൾ അവിടെ ഉള്ളൊരു ന്യൂ ഇൻ്റലക്ച്വൽ ഓറിയൻറ്റേഷനുള്ള മഹൂനത്തിലെ സംരംഭകളായിട്ടുള്ള ഉമറാക്കളും ഷാഫി ഫിക്ക് പ്രകാരം അങ്ങനല്ല, ഈ സക്കാത്തിലൊക്കെ വന്ന ഫണ്ട് അതിനു വേണ്ടി മാത്രമേ, അഥവാ ഈ പറഞ്ഞ വിശ്വാസികൾക്ക് വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ എന്നുള്ള ഇൻട്രാക്ഷൻ വന്നിട്ടുണ്ട്. അത് ശരിക്കും ന്യൂ ഇൻ്റലക്ച്വൽ ഓറിയൻറ്റേഷനുള്ള ഉമറാക്കളും ഉലമാക്കളും തമ്മിൽ നടക്കുന്ന ഇൻട്രാക്ഷനാണ്. കുറച്ചുകൂടെ നിങ്ങൾക്കൊക്കെ മനസ്സിലാവുന്ന കേസാണ് സമസ്ത ആസ് എൻ ഓർഗനൈസ്ഡ് ഉലമ ഗ്രൂപ്പ്. അവർ നൂരിഷ എന്ന് പറയുന്ന ഓർഗനൈസ്ഡ് ആയിട്ട് കേരളത്തിൽ വളരെ പ്രസിദ്ധമായിട്ട് നിന്നിട്ടുള്ള സൂഫി ഗ്രൂപ്പ് ഓർഡറിനോട് ഏതാണ്ട് 2 പതിറ്റാണ്ടോളം അത്യാവശ്യം നല്ല കോഡിയൽ റിലേഷൻഷിപ്പ് പോയി പിന്നീട് ഒരു ഫ്രിക്ഷൻ വേർപിരിയുന്ന ഒരു സംഭവത്തിലേക്ക് പാർട്ടി ഹിസ്റ്ററി മാത്രമാണെങ്കിൽ നിങ്ങൾ അംഗീകരിക്കില്ല, വേറെ പ്രശ്നം. പിന്നെ ഉള്ളത് വേറെ കേസാണ് സമസ്തയുടെ സ്പ്ലിറ്റ് പറയുന്നതാണെങ്കിൽ ഇത് രണ്ടും ഒരേ ആക്ടർ തമ്മിലുള്ള ഒരു ഉലമയും വേറെ ഉലമയും ഗ്രൂപ്പായി തിരിഞ്ഞു പറയുന്ന ഫാക്ഷണലിസമാണ്. പക്ഷേ ഇതിൽ ഉള്ള ഒരു നെറേറ്റീവ് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതിലൊരു ഡയഗണൽ റിലേഷൻഷിപ്പ് ലീഗുമായിട്ടുണ്ട്. ലീഗുമായിട്ടുണ്ട്. ലീഗ് ഒരു വഹാബി ആയിട്ടുള്ള അൺഡ്യൂലി വഹാബി പവർ എൻജോയ് ചെയ്യുന്ന അല്ലെങ്കിൽ വഹാബി ടൈൻറ്റഡ് ആയിട്ടുള്ള ഓർഗനൈസേഷനാണ്. സമസ്തയ്ക്ക് ഇൻട്രസ്റ്റ് ഇതിനാണ്, സമസ്തയെ നിയന്ത്രിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടും ഞങ്ങളുടെ രാഷ്ട്രീയം നമ്മൾ തന്നെ പറയണം, സുന്നി രാഷ്ട്രീയം വേണമെന്ന് പറയുന്ന ഓർഗനൈസ്ഡ് ഉലമായറ്റ് ഗ്രൂപ്പിൻ്റെ ഒരു രാഷ്ട്രീയ സ്വാശ്രയത്വം എന്നുള്ള പ്രഖ്യാപനം എന്ന് പറയുന്ന ഒരു നെറേറ്റീവ് ഇതിലുണ്ട്. അത് ശരിക്കും നടത്തുന്നത് ഉലമായറ്റും ഡയഗണലി ലീഗുമായിട്ടാണ് എൻഗേജ് നടത്തുന്നത്. അതിനെ കുറച്ചുകൂടെ ഇൻട്രീഗ് ചെയ്ത് കോംപ്ലിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉലമാക്കളും തങ്ങൾ ലീഡർഷിപ്പ് ഓഫ് IUMലുമാണ് അവിടെ ഇൻ്ററാക്ട് ചെയ്യുന്നത്. ഇതേപോലെ ആക്ടേഴ്സ് തമ്മിൽ ഇൻ്ററാക്റ്റ് ചെയ്യുന്ന സാക്രഡ് അതോറിറ്റി ഇൻവോൾവ് ചെയ്തിട്ടുള്ള സ്പിയറായിട്ട് മുസ്ലിം പൊളിറ്റിക്സിനെ അനലൈസ് ചെയ്യും. മുസ്ലിം പൊളിറ്റിക്സിനെ ലാർജ്ലി ഒരു പൊളിറ്റിക്കൽ പാർട്ടി, ഭരണകൂടം എന്ന് പറയുന്ന ടിപ്പിക്കൽ പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഡെഫിനേഷണൽ അണ്ടർസ്റ്റാൻഡിംഗ് നിന്ന് മാറ്റി നിർത്തി പവർ റിലേഷനിൽ എൻഗേജ് ചെയ്യുന്ന ആരായാലും അവരൊക്കെ കുഞ്ഞാലിക്കുട്ടീനെ പോലെ തന്നെയുള്ള ആക്ടറാണ് ജിഫ്രി തങ്ങളും എന്ന് മനസ്സിലാക്കുന്ന ഒരു മെത്തഡോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിലുള്ള വേറെ സാധനം എന്ന് പറഞ്ഞാൽ 20-ാം നൂറ്റാണ്ടുകളിൽ സംഘടന വന്നതോടുകൂടെ ഓർഗനൈസേഷണൽ മൈറ്റ് കൊണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ പവർഫുൾ ആക്ടറായിട്ട് ഉലമാക്കൾ വരികയും സൂഫി തരീക്കത്തുകളെ ആയാലും ഉമറാക്കളെ ആയാലും
ഈവൻ സംഘടനകളോട്, പൊളിറ്റിക്കൽ പാർട്ടികളോട് എലക്ഷനീറിങ് പൊട്ടൻഷ്യലിൽ എൻഗേജ് ചെയ്യാനുള്ള കപ്പാസിറ്റിയുള്ള വലിയ മാസ് ലൈൻ ഓർഗനൈസേഷനായിട്ട്, വെഞ്ചേറിയലായിട്ട്, ഈവൻ എൻ്റർപ്രണറിയലായിട്ട് ഒരു ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി നടത്താൻ പറ്റുന്ന ആര്, അല്ലെങ്കിൽ മർക്കസ് നോളജ് സിറ്റി നടത്തുന്ന ആൾക്കാരായിട്ട് ഇവർ മാറുന്നുണ്ട് എന്ന് പറയുന്ന ഒരു ഉലമാഇൻ്റെ ഒരു പൊളിറ്റിക്കൽ ട്രയംഫ്, ഓർഗനൈസേഷണൽ ട്രയംഫ്. ഇപ്പം അതിൽ ഞാൻ പറഞ്ഞ അലഗോറിക്കൽ ട്രയംഫ് എന്ന് പറഞ്ഞാൽ ഇതാണ്. കേരളത്തിൻ്റെ പ്രധാനമായിട്ടുള്ള അലഗറി ശരീഅത്ത് ഇസ്ലാമിക് അലഗറിയാണ്. അതുകൊണ്ട് തന്നെ തസവുഫ് തരീഖത്തുമായി ബന്ധപ്പെട്ട് വരുന്ന മൂവ്മെൻറ്റുകളെ ശരീഅത്ത് വാലിഡേറ്റ് ചെയ്ത് അപ്രൂവ് ചെയ്താൽ മാത്രം, അല്ലെങ്കിൽ സംഘടനാപരമായി അതിനോട് എൻഗേജ് ചെയ്യുമ്പോൾ സംഘടന അംഗീകരിച്ചാൽ മാത്രം എന്ന് പറയുന്ന നെറേറ്റീവിലേക്ക് വരുന്നതും ഇതാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പ്രിമൈസ് ഇതാണ്. ശരീഅത്ത് ഒരു ഭയങ്കര അലഗറിയായിട്ടും സംഘടനമായിട്ട് കൃത്യമായിട്ടുള്ള ഒരു ശക്തിയും പൊളിറ്റിക്കൽ ട്രയംഫും ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ട് ഉലമാക്കൾ കേരളത്തിലെ മുസ്ലിം പൊളിറ്റിക്സ് പവർഫുൾ ആയിട്ടുള്ള ആക്ടറാണ്. അപ്പോൾ ഇങ്ങനെ മുസ്ലിം പൊളിറ്റിക്സിനെ കാണാനുള്ള അണ്ടർസ്റ്റാൻഡിങ്, സ്റ്റേറ്റ് പാർട്ടി പൊളിറ്റിക്സ്, എലക്ഷൻ അതൊക്കെ മാത്രമായിട്ട് ചുരുക്കാതെയും, അല്ലെങ്കിൽ വേറൊന്നുണ്ട്, ജിഫിർ തങ്ങൾ എസെൻഷ്യലി ഒരു റിലീജിയസ് ആക്ടറാണ്, എപ്പോഴെങ്കിലും രാഷ്ട്രീയത്തിൽ ഇടപെടും എന്ന് പറയുന്ന ഒരു റിലീജിയോ പൊളിറ്റിക്കൽ റോള് മാത്രമായിട്ട് അതിനെ ചുരുക്കാതിരിക്കുക, മറിച്ച് മെത്തഡോളജിക്കലി തന്നെ ഒരു ഡിഫറെൻറ്റ് മുസ്ലിം പൊളിറ്റിക്സിനെ മനസ്സിലാക്കുക. ഇസ്ലാം.